പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ ശക്തമാകുന്നു. 10 ഗ്രാമങ്ങളിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്ന ജലസംഭരണികൾ തകർത്ത് US. ആക്രമണം ബോധപൂർവം എന്നതാണ് ഇറാൻ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. കുവൈറ്റിലെയും ബഹ്റൈനിലെയും 18 പ്രധാന US സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണം നടത്തിയതായി ഇറാൻ സൈന്യം അവകാശപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. അമേരിക്കയുടെ നടപടികൾക്കുള്ള നിർണായക സൈനിക തിരിച്ചടിയാണിതെന്നാണ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വിലയിരുത്തുന്നത്. കുവൈറ്റിലെ അലി അൽ സലേം, അഹമ്മദ് അൽ ജാബിർ വ്യോമതാവളങ്ങൾ, ബഹ്റൈനിലെ ഷെയ്ഖ് ഇസ വ്യോമതാവളം എന്നിവയാണ് ആക്രമണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളായി തന്നെ ഇവിടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മേഖലയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിന് ശക്തമായ മുന്നറിയിപ്പാണ് ഈ നടപടി എന്നതാണ് ഇറാന്റെ നിലപാട്. ഇതിനിടെ തന്നെ ഹോർമൂസ് കടലിടുക്കിൽ US കപ്പൽ ആക്രമിച്ചുവെന്ന ഇറാന്റെ അവകാശവാദം അമേരിക്കൻ സൈന്യം ഇവിടെ തള്ളിക്കളയുകയാണ് ചെയ്തിരിക്കുന്നത്. അത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നതാണ് US-ന്റെ വിശദീകരണവും. അതേസമയം ഇറാനിലെ ജലവിതരണ സംവിധാനങ്ങൾക്ക് നേരെ അമേരിക്ക ബോധപൂർവം ആക്രമണം നടത്തിയതായി എന്നതാണ് ഇപ്പോൾ ഗുരുതരമായ ആരോപണം നടത്തി ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയവും രംഗത്ത് വന്നിരിക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയ വക്താവായ ഇസ്മയിൽ ബാഗി അദ്ദേഹമാകട്ടെ ആക്രമണത്തിൽ 2 പ്രധാന ജലസംഭരണികൾ തകർത്തതായും 10 ഗ്രാമങ്ങളിലായി തന്നെ 20,000-ലധികം ആളുകളുടെ കുടിവെള്ള വിതരണം തടസ്സപ്പെടുത്തിയതായും ആരോപണം ഉന്നയിച്ചു. പരസ്പര ആരോപണങ്ങളും സൈനിക നീക്കങ്ങളും ശക്തമാകുന്നതിനിടെ തന്നെ പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ലോകശക്തികളുടെ ശ്രദ്ധ ഇപ്പോൾ ഈ മേഖലയിലേക്ക് ഉറ്റുനോക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. അതേപോലെ തന്നെ ആക്രമണത്തിൽ 10 ഗ്രാമങ്ങളിലെ 20,000-ലധികം താമസക്കാർക്ക് കുടിവെള്ള വിതരണം ചെയ്യുന്ന 2 ജലസംഭരണികളാണ് തകർന്നിരിക്കുന്നത്. ഇത് യാദൃച്ഛികമായി സംഭവിച്ചത് അങ്ങനൊരു രീതിയിലേക്ക് കണക്കാക്കാൻ കഴിയില്ല എന്നും വൻ നാശനഷ്ടമാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. മറിച്ച് ആസൂത്രിതമായ ഒരു രീതിയിലുള്ള കുറ്റകൃത്യവും മനുഷ്യാവകാശ രീതിയിൽ അവർക്ക് ഏൽക്കുന്ന ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് വ്യക്തമാക്കുന്നത്. അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെയും നഗ്നമായ ലംഘനമാണ് ഇവിടെ ഈ വിദേശകാര്യ മന്ത്രാലയ വക്താവ് എടുത്തു ചൂണ്ടിക്കാണിക്കുന്നതും. അതേപോലെ തന്നെ സാധാരണക്കാരുടെ ജീവിത നിലനിൽപ്പിന് ആധാരമായ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ഇത്തരം ഇവിടെ ക്രൂരമായ ആക്രമണങ്ങൾ നടത്തുന്നത് വലിയ രീതിയിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും എന്നതാണ് ഇപ്പോൾ മറ്റൊരു വസ്തുതയായി പറയുന്നത്. ഇറാന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ തിരിച്ചടി ഉണ്ടായതിനെ തുടർന്നാണ് അമേരിക്ക ആകട്ടെ തെക്കൻ ഇറാനിൽ നടത്തിയ ആക്രമണങ്ങൾ അവസാനിപ്പിച്ചതെന്നതാണ് ഇറാന്റെ സൈനിക കമാൻഡ് അവകാശപ്പെട്ടത്. US-ന്റെ ആക്രമണങ്ങൾക്കും പ്രത്യാക്രമണങ്ങൾക്കും മാത്രമല്ല പ്രകോപനങ്ങൾക്കുമെതിരെ ഇറാന്റെ സൈനിക തിരിച്ചടി തുടരുമെന്നും സൈന്യം ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്ക് അസ്ഥിരപ്പെടുത്തിയാൽ മേഖലയിൽ ഉടനീളം തന്നെ ഇറാൻ ആകട്ടെ തിരിച്ചടിക്കുമെന്നാണ് ഇപ്പോൾ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പോലും അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല ശക്തമായ മുന്നറിയിപ്പാണ് നൽകുന്നത്. ഹോർമൂസ് കടലിടുക്ക് അസ്ഥിരപ്പെടുത്തുകയാണ് എങ്കിൽ ഈ പ്രദേശം നിങ്ങൾക്ക് നരക തുല്യമായി തന്നെ മാറുമെന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.